അപ്പൊ എറണാകുളത്ത് നിന്ന് 3XO ബുക്ക് ചെയ്ത ആദ്യ കസ്റ്റമേഴ്സിൽ ഒരാളാണ്. വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഫ്രണ്ടും അതിന്റെ ബാക്കും വളരെ മാറ്റം പറ്റും. നല്ലൊരു ക്വാളിറ്റിയിലേക്കാണ് ഡിസൈനിങ്ങിലാണ് വണ്ടി വന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാറ് ഇഷ്ടമാണെന്നല്ല, അത് പറയാറായിട്ടില്ല. സാങ്യോങ്ങിന്റെ ടിവോളി എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് മഹീന്ദ്ര 3XO ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഒരു ഡെക്കേഡോളം മഹീന്ദ്ര സാങ്യോങ് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. ആ കൊളാബറേഷനിൽ ആദ്യം ഇറങ്ങിയ വാഹനമായിരുന്നു റെഡ്സ്റ്റൺ. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് XUV 700 പോലെയുള്ള വാഹനങ്ങൾ മഹീന്ദ്ര ഇറക്കിയത്. എന്നാൽ 2022 ആയപ്പോൾ ആ കൊളാബറേഷൻ അവസാനിക്കുകയും ഇപ്പോൾ സാങ്യോങ് എന്ന് പറയുന്ന ബ്രാൻഡ് KM മൊബിലിറ്റി ഹബ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർഷിപ്പിലാണ്. അന്ന് ഈ കൊളാബറേഷനിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വാഹനമായിരുന്നു ടിവോളി. ഇപ്പം മഹീന്ദ്ര XUV 300 എന്ന് പറഞ്ഞ് വളരെ പോപ്പുലറായ സബ് കോമ്പാക്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് 3XO. റീസെൻ്റ് ആയിട്ടാണ് കോമ്പറ്റീറ്ററായ ടാറ്റ നെക്സൺ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റുമായിട്ട് ഫേസ് ലിഫ്റ്റ് വന്നത്. എന്നാൽ മഹീന്ദ്ര ആ ഒരു ഫേസ് ലിഫ്റ്റിനോടൊപ്പം റീബ്രാൻഡ് കൂടെ ചെയ്യുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരു 10 to 12 ഇയേഴ്സ് ആയിട്ടാണ് ആ ഒരു സബ് കോമ്പാക്ട് സെഗ്മെൻറ്റ് ഇവോൾവ് ആയിട്ട് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ടാക്സ് ബെനിഫിറ്റ് തന്നെയാണ്. എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റും വാഹനത്തിൻ്റെ ഡയമെൻഷനും ബേസ് ചെയ്ത് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. ഈ വാഹനം വളരെ ഇൻ്റലിജൻ്റ്ലി ആ ഒരു സബ് കോമ്പാക്ട് സെഗ്മെൻറ്റിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് 3990-യും വീൽ ബേസ് 2600-ഉമാണ്. നല്ല ആംപിൾ ലെഗ് റൂമും വളരെ കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു SUV എന്ന് നമുക്ക് ഇന്ത്യൻ നോമൻക്ലേച്ചറിൽ പറയാമെങ്കിലും ഒരു ക്രോസ് ഓവറാണ്. ശരിക്കും ടിവോളി ഡിസൈൻ ചെയ്തത് കൊറിയൻ മാർക്കറ്റിൽ ക്രെറ്റ പോലത്തെ വെഹിക്കിൾസുമായിട്ട് കമ്പീറ്റ് ചെയ്യാനാണ്. നമുക്കറിയാം, ഓഫ്കോഴ്സ് ക്രെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീറ്ററിന് മുകളിലാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. ഇന്ത്യയിൽ അതിൻ്റെ ആ ഒരു ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് 3990-ൽ ഇവർ ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ പ്രൊപ്പോർഷനേറ്റ്ലി അല്ല ഇവർ ഇത് കുറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്താണ് കുറച്ചത്. ലെങ്ത് കുറച്ചു എന്ന് കരുതിയിട്ട് വാഹനത്തിൻ്റെ ആ ഒരു കംഫർട്ട് ഒട്ടും കുറയുന്നില്ല. 1821 വിഡ്ത്ത് ഉള്ള സ്ഥിതിക്ക് ഈ വാഹനത്തിന് അത്യാവശ്യം സ്പേസ് ഉണ്ട് റെയർ സീറ്റിൽ. ഡെഫിനറ്റ്ലി ഹെഡ് റൂം ഒക്കെ ആംപിൾ ആണ്. ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല തോന്നുന്നത്. നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. 3 പേർക്ക് ഈ റെയർ സീറ്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഇതിന് മിഡിൽ പാസഞ്ചറിന് ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഇപ്പം പല വാഹനങ്ങൾക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹുഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഗ്ലോ ചെയ്യും. പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അറിയ പോലും ഇല്ല. അത് ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. മഹീന്ദ്ര 3XOയെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആസ്പെക്റ്റാണ് XUV 300യുടെ ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ 259 ആയിരുന്നു. അത് ഈ വാഹനത്തിന് 3XO വന്നപ്പോൾ 320 അപ് ടു പാർസൽ ട്രേ റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് 364 ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡഡ് ഒരു ബൂട്ട് സ്പേസ് കിട്ടും. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഡെപ്ത് ഉണ്ട് ഈ ബൂട്ടിന്. XUV 700-ക്കൊക്കെ വരുന്നത് പോലെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഡിസൈനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു C ടൈപ്പ് LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററായിട്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് ഡയമണ്ട് എലമെൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും റെയറിലും കാണാൻ പറ്റും. അതൊരു സ്റ്റൈലിംഗ് എലമെൻ്റ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ആ മഹീന്ദ്രയുടെ ലോഗോയ്ക്ക് പാരലലായിട്ട് കുറച്ച് ക്രോം സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോബബ്ലി കേൾക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഡീസലും പെട്രോളും വേരിയൻസ് മാത്രമാണ് അവൈലബിൾ. ഡൗൺ ദ ലൈൻ ഒരു പക്ഷേ 3XOയുടെ ഒരു ഇലക്ട്രിക് വേരിയൻറ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ എയർ ഡാം ഒക്കെ വളരെ മിനിമലാണ്. അത് മാസ്ക് ചെയ്തിട്ടാവും ഇലക്ട്രിക് വേരിയൻറ്റ് വരുമ്പോൾ ലോഞ്ച് ചെയ്യുക. 3XO 3 എൻജിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ. 2 പെട്രോൾ എൻജിൻസിലും
ഒരു ഡീസൽ എഞ്ചിനും. ആ പെട്രോൾ എഞ്ചിൻ രണ്ടും എം സ്റ്റാലിയൻ ആണ്, രണ്ടും ടർബോ ആണെങ്കിലും ബേസ് ആയിട്ടുള്ള ആ പെട്രോൾ വെഹിക്കിൾ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടർബോയും മറ്റേത് ടർബോ ചാർജ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനുമാണ്. ഡീസൽ എഞ്ചിൻ വരുമ്പോൾ CRD എഞ്ചിനാണ്. അത് വളരെ പ്രൂവൺ ആയിട്ട് നമ്മൾ സ്കോർപിയോയുടെ കാലം മുതൽ തന്നെ കേൾക്കുന്ന കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ബേസിക് എഞ്ചിനായ എം സ്റ്റാലിയൻ ടർബോ ചാർജ് പെട്രോൾ MPFI 1.2 ലിറ്റർ എഞ്ചിന് 110 bhp ആണ് പവർ അറ്റ് ദ റേറ്റ് 5000 RPM. ടോർക്ക് 200 Nm at 1500 to 3500 RPM ആണ്. എം സ്റ്റാലിയൻ ടർബോ ചാർജ് ഗ്യാസലിൻ ഇഞ്ചക്ഷൻ എഞ്ചിൻ വരുമ്പോൾ 130 bhp at 5000 RPM-ഉം 230 Nm at 1500 to 3750 RPM ടോർക്കുമാണുള്ളത്. ടർബോ ഡീസൽ CRD എഞ്ചിന് 116 bhp at 3750 RPM ആണ് പവർ. ടോർക്ക് വരുമ്പോൾ 300 Nm at 1500 to 2500 RPM ആണ്. ഡീസൽ വാഹനങ്ങൾ ഓടിച്ച് എൻജോയ് ചെയ്തവർക്ക് പെട്രോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ ഒരു പവർ ലാഗ് അല്ലെങ്കിൽ പെഡൽ ടു മെറ്റൽ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു കുതിപ്പുണ്ടാകാതെ വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ടർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ വേരിയൻറ്റിന് നല്ല പവർ ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഏകദേശം ഒരു ഡീസൽ എൻജിൻ ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫൺ എലമെൻറ്റ് ഈ വാഹനത്തിന് ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മിഡ് വേരിയൻറ്റ് പെട്രോൾ ബേസിക് ആയിട്ടുള്ള വേരിയൻ്റ് ആണ് MPFI. അപ്പം ഇത് തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം നല്ല ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഡീസൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ പെട്രോൾ വെഹിക്കിൾ ഓടിക്കുമ്പോൾ നമുക്കൊരു പവർ ലാഗ് ഫീൽ ചെയ്യും. ഈ MPFI ആയിട്ട് പോലും ശരിക്കും നല്ല ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ ഫൺ ഫാക്ടർ ശരിക്കും ഉണ്ട് കേട്ടോ. അതേപോലെ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല ഇതൊരു ചെറിയ വണ്ടിയാണെന്ന്. ഒരു വലിയൊരു SUV ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. ഞാനൊരു ഡീസൽ വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് ആണ്. പക്ഷെ ഞാൻ ഒരു പെട്രോൾ കാർ ഓടിക്കുമ്പം എനിക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് തോന്നുന്നത് ഒരു പവർ ലാഗ് പോലെയാണ്. ഇപ്പം മിക്കവാറും വെഹിക്കിൾസ് എല്ലാം ഫ്യൂൽ എക്കണോമി ബെറ്റർ ആക്കാനായിട്ട് പവർ ഡ്രോപ്പ് ഉണ്ടാകും. പക്ഷേ ഈ 3XO ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം ശരിക്കും ഒരു ടർബോ കിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ടർബോ MPFI ആണ്, ബേസ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിന് പോലും അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പലരും പറയുന്നത് ഞാനൊരു മാരുതി ഓൾട്ടോ അല്ലെങ്കിൽ മാരുതിയുടെ വാഗണാർ പോലത്തെ വാഹനം യൂസ് ചെയ്തിരുന്നു, എന്നിട്ടൊരു പെട്രോൾ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അത് ഓക്കെ, പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ എൻജിൻസ് ചെറിയ വെയിറ്റ് ഉള്ള വെഹിക്കിൾസിന് അത് കുഴപ്പമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു SUV അല്ലെങ്കിൽ ക്രോസ് ഓവർ ഡിസൈൻ വരുമ്പോൾ വെഹിക്കിളിൻ്റെ ബോഡിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. ആ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കണം. ഇത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വാഹനത്തിൻ്റെ ഓവറോൾ പെർഫോമൻസും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയതിന് ശേഷം ഐ ലവ് ഇറ്റ്. ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനം എനിക്കിപ്പം ഇഷ്ടമാകാൻ തുടങ്ങി. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ മികച്ചതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് എപ്പോഴും ഒരു ഇന്ത്യൻ വെഹിക്കിൾ കമ്പയർഡ് ടു ജാപ്പനീസോ ജർമ്മൻ വെഹിക്കിൾ ഒരു തട്ടിക്കൂട്ടെന്നുള്ളൊരു തോന്നൽ വരും. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു മഹീന്ദ്ര എഞ്ചിനീയേഴ്സ്. വളരെ മികച്ച ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഇൻറ്റീരിയർ നോക്കിയാലും കാണാൻ പറ്റും. അത് ശരിക്കും മഹീന്ദ്ര ആ ഒരു രീതിയിലേക്ക് എലവേറ്റ് ചെയ്ത് ആ ഒരു എക്സലൻസിലേക്ക് വരാൻ തുടങ്ങിയത് സ്കോർപിയോയിലാണ്. സ്കോർപിയോയിൽ നിന്ന് പിന്നെ ശരിക്കും നല്ലൊരു ലീപ്പാണ് XUV 500 എടുത്തത്. XUV 500 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പം 13 ഇയേഴ്സിന് മുകളിലായി. അത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ക്ലാസ് SUV ആയിരുന്നു. അതിൻ്റെ ആ ജീൻ ഇപ്പോഴുള്ള ഈ വാഹനങ്ങളിലും റെപ്ലിക്കേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റം ആയാലും വയർലെസ് ചാർജിങ് യൂണിറ്റ് ആയാലും മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആയാലും എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക്
നോക്കിയാൽ അറിയാൻ പറ്റും അതൊരു തട്ടിക്കൂട്ടല്ല. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബട്ടൺ ഓരോ വാഹനത്തിനും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. ചില മാനുഫാക്ചറേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ഹാച്ച് ബാക്ക് ടു ദെയർ SUVs ഒരേ പാനലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് മഹീന്ദ്രയുടെ ഓരോ വെഹിക്കിൾസിനും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഡീസൽ വേരിയൻ്റ് ആണ്, 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു ഡ്രൈവിലൊരു ഫൺ ഫാക്ടർ ഉണ്ട്. പ്ലസ് നല്ലൊരു ഫ്യൂവൽ എക്കണോമിയും ഈ വാഹനത്തിന് ലഭിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാ മാനുഫാക്ചറേഴ്സും വളരെയധികം എംഫസൈസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് ഈ സബ് കോമ്പാക്ട് SUV എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ ടാറ്റ നെക്സൺ, ഹ്യുണ്ടായി വെന്യൂ, കിയ സോണറ്റ്, പിന്നെ വോക്സ് വാഗൺ ടൈഗൺ, സ്കോഡ കുഷാക്ക് എന്നിങ്ങനെ ഒരു വൻ നിര തന്നെയുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ. അത് കൂടാണ്ട് ഈ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഹോണ്ട എലവേറ്റും ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വാഹനങ്ങൾക്ക് ഒരു സ്റ്റിഫ് കോമ്പറ്റീഷൻ മഹീന്ദ്ര 3XOയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യുക. ഒരുപാട് മറ്റ് ബേസിക് ഫീച്ചേഴ്സായ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, വയർലെസ് ചാർജിങ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് ഉണ്ട്. പക്ഷേ ഇല്ലാത്തൊരു കാര്യമാണ് വെന്റിലേറ്റഡ് സീറ്റ്സ് ഈ വാഹനത്തിന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ വേരിയൻസിലേക്ക് പോയാൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പാനറോമിക് സൺറൂഫ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ നെക്സ്റ്റ് ഒരു സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും പാനറോമിക് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു അപ്ഗ്രേഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെ എല്ലാം പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രൈസ്. ഒരു പക്ഷേ ഒരു ഹാച്ച് ബാക്കിൽ നിന്ന് ഒരു കോമ്പാക്ട് SUVയിലേക്കായിരിക്കും ഗ്രാജുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കോമ്പാക്ട് SUVയിൽ നിന്ന് മറ്റൊരു പുതിയ കോമ്പാക്ട് SUVയിലേക്ക്. അപ്പോൾ പ്രൈസിങ് വലിയൊരു ഘടകം തന്നെയാണ്. അതിലും മഹീന്ദ്ര വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ പ്രൈസിങ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വേരിയൻസ് 25 വേരിയൻസ് ആണ് 3XOയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം പെട്രോൾ ബേസിക് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ, ഡീസൽ, AMT, ഡ്യുവൽ ടോൺ ഓപ്ഷനിൽ. അപ്പോൾ അത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് വേരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല വാഹനങ്ങളുടെയും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ബേസ് വേരിയൻ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം ബോഡി കളേർഡ് ബമ്പേഴ്സ് ഇല്ലാത്തതും ചില ക്രോം സ്ട്രിപ്സ് ഇല്ലാത്തതും മറ്റുമാണ്. പക്ഷേ ആ ഒരു സ്റ്റൈലിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3XOയ്ക്ക് വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് 3XO ബുക്ക് ചെയ്ത ആദ്യ കസ്റ്റമേഴ്സിൽ ഒരാളാണ് സുമൻ ചേട്ടൻ, അല്ലേ? ചേട്ടൻ എന്തുകൊണ്ടാണ് ബുക്ക് ചെയ്യാനുള്ള കാര്യം ഇതിപ്പോൾ ഇന്നലെ ലോഞ്ച് ചെയ്തേ ഉള്ളൂ, അല്ലേ? ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാതെയാണ് ചേട്ടൻ ബുക്ക് ചെയ്തത്. ഇന്നലെ ലോഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ കമ്പനിയിലോ ഇന്നലത്തെ ഇവിടുത്തെ ലോഞ്ചിങ് ആയിരുന്നു. പക്ഷേ അത് നേരത്തെ ലോഞ്ച് ചെയ്ത മറ്റേ ഇതിൽ കണ്ടിരുന്നു, യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു. അതിന്റെ ഒരു റിവ്യൂ എടുത്തിരുന്നു. അതുകൂടാതെ ഞാൻ 2011 ബൊലേറോ ഉള്ളതാണ്. ബൊലേറോ അത് മഹേന്ദ്രയുടെ വണ്ടിയോട് ഒരു വിശ്വാസമുണ്ട്. വണ്ടി എഞ്ചിനാണേലും അവരൊക്കെ പെർഫെക്റ്റ് ആണ്. അതിനൊരു ബോഡി വെയിറ്റും ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ അവരുടെ ചെറിയ നേരത്തെ ആ ഒരു ഫിനിഷിങ് കുറവൊക്കെ അവർ തീർത്ത് വണ്ടികളൊക്കെ ഇറക്കി. ഞാനൊരു 700 പോയി നോക്കിയിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു. അത് നമുക്ക് ആ വണ്ടിയുടെ ആ ഒരു സൈസും നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എറണാകുളത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ഇതൊക്കെ വെച്ച് കുറച്ച് വലിപ്പം കൂടുതലാണ്. അതാണ് പിന്നെ എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടിയത് പറഞ്ഞ് നമ്മുടെ ഒരു ബഡ്ജറ്റിങ്ങുമായിട്ട് വളരെ അടുത്ത ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നി. ചേട്ടൻ ഏത് വേരിയന്റാ ബുക്ക് ചെയ്തത്? മറ്റേ പെട്രോളിന്റെ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ളത്. ഓക്കെ, ആ TGDI എഞ്ചിനാണ്. അതിന്റെ ഓട്ടോമാറ്റിക്. എത്ര ഓൺ റോഡ് പ്രൈസ്? ഒരു ഓൺ റോഡ് പറഞ്ഞില്ല, പിന്നെ ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് 16,000 ആവുന്നു. 16,000 അല്ലേ? വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? ഇല്ല, നെക്സ്റ്റ് വീക്ക് അല്ല
2 വീക്കിനകം തരാമെന്ന് ആ പറഞ്ഞിട്ടുണ്ട്. ശരി അപ്പൊ വളരെ ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഉം. ഞാൻ ഇതിനിടയ്ക്ക് ടയോട്ടയുടെ ഒരു വണ്ടി നോക്കി, ഉം. ഹൈ റൈഡർ നോക്കി. ഹൈ റൈഡർ. അപ്പോൾ അവർ 9 മാസം നമ്മൾ വെയിറ്റിംഗ് ആണ്. ആ അപ്പോഴത്തേക്കും അടുത്ത മോഡൽ വരും. നമ്മൾ അതെ. അതിനകത്ത് പിന്നെ ചിന്തിച്ചിട്ട് കാര്യം കാര്യമില്ല. ഉടനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓ. അത്രയും വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു വണ്ടിക്ക് ഇതാണ് നമ്മുടെ ബഡ്ജറ്റിങ് ഒതുങ്ങും ആ, ആ, ആ. എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ ഈ ഒരു വണ്ടിയിലേക്ക് അതിന് ഫേസ് കൊണ്ടും വണ്ടി എന്നാണ് Style. പക്ഷേ അവർ എൻജിൻ ഭാഗം നമുക്ക് വലിയ വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. അപ്പോൾ പിന്നെ ആ. അതിൻ്റെ ഫ്രണ്ടും അതിൻ്റെ ബാക്കും ഒക്കെ വളരെ മാറ്റം വരുത്തി നല്ലൊരു Design ക്വാളിറ്റിയിലൊക്കെ ആണ്. ഡിസൈനിങ്ങിലാണ് വണ്ടി വന്നേക്കുന്നത്. അത് ആ. വളരെ ഇഷ്ടപ്പെട്ടു കണ്ടു. വണ്ടി അന്നേ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയൊരു വണ്ടിയാണ്. ആ, ആ, ആ. അതാണ് പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വണ്ടി തരാമെന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ട്. ആ ഓ ശരി ഓക്കെ. ഇന്ത്യൻ നിർമ്മാതാക്കളായ ടാറ്റ ആയാലും മഹീന്ദ്ര ആയാലും ഉം. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ. പണ്ടത്തെ ആ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നേരിടുന്ന ഒരു പ്രതികൂലമായ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസിന്റെ കാര്യം. ആഫ്റ്റർ സെയിൽസ് എപ്പോഴും ഒരു ചലഞ്ചാണ്. ഉം. ചേട്ടൻ ഈ വണ്ടി 2011 മുതൽ ഉപയോഗിക്കുന്ന 13 വർഷമായെന്നാ പറഞ്ഞത് അല്ലെ ഈ ബൊലേറോ. ഓക്കെ. അപ്പം മഹീന്ദ്രയുടെ സർവീസ് കൊണ്ട് ചേട്ടൻ അറിയാം. ആ. എങ്ങനെയുണ്ട് മഹീന്ദ്രയുടെ സർവീസ് പൊതുവെ? ഇന്നുവരെ സർവീസിന്റെ കാര്യത്തിൽ എനിക്കൊരു ഡ്രോബാക്ക് ഉണ്ടായിട്ടില്ല. ആ. എനിക്ക് ആദ്യമേ തന്നെ വണ്ടി വന്നപ്പോൾ ഒരു ചെറിയ ടയറിന്റെ പ്രശ്നം വന്നത് അപ്പം തന്നെ അവർ ചേഞ്ച് ആക്കി തരുകയൊക്കെ ചെയ്ത് നമുക്ക് വളരെ നമുക്ക് ഉപകാരമായ രീതിയിൽ തന്നെ അവർ പെരുമാറിയിട്ടുണ്ട്. നമുക്ക് ഇന്നുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓ. പിന്നെ ഇപ്പം ഈ വണ്ടിയിൽ എനിക്ക് വേണ്ട കാര്യം അതിന്റെ ബാക്ക് സീറ്റിൽ നമ്മുടെ ബൊലോറോ പഴയ ബൊലോറോയെക്കാളും നല്ല ബാക്ക് സീറ്റിന് സ്പേസ് ഉണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കും. ബക്കറ്റ് സീറ്റ് പോലെ ഇരിക്കുന്നത്. അതൊക്കെ നമുക്കൊരു attraction ആണ്. വിട്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ. വിട്ട്. മറ്റൊരു വണ്ടിക്കും കാണാത്ത, നമ്മൾ പറഞ്ഞല്ലേ മറ്റൊരു വണ്ടികൾക്കും കാണാത്ത 5 സീറ്റ് വണ്ടികൾക്കും കാണാത്ത ഒരു വിട്ട് ബാക്കിലൊക്കെ ഉണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ MX പെട്രോൾ ആണ്. അത് മാനുവൽ ട്രാൻസ്മിഷൻ MX PM MT എന്ന് പറയുന്ന ആ ഒരു വേരിയന്റ് ആണ്. അതിന്റെ ഓൺ റോഡ് ഇപ്പോൾ ഒരു ലോഞ്ച് പ്രൈസ് ആയിട്ട് ഓഫർ ചെയ്യുന്നത് 8,94,738 ആണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഡീസൽ വേരിയന്റ് ആണ്. AX7 DS AS ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇത് ഡ്യുവൽ ടോൺ ആണ്. അതിൻ്റെ വില 17,58,083 ആണ്. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നത് വയലാട്ട് ഓട്ടോമൊബൈൽസ് ആണ്. അപ്പം സെയിൽസ് റിലേറ്റഡ് എൻക്വയറീസിന് താഴെ കണ്ടിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 3XOയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടോറിംഗ്.